നമുക്കിന്ന് ഒരിടം വരെ പോയാലോ? ഇറങ്ങിയപ്പോഴേ കണ്ട കാഴ്ചയാണ് ഇത്. ആരുടെയും സഹായമില്ലാതെ നല്ല പ്രായമുള്ള ആളാണ് തന്നെ പോകുന്നു. അങ്ങനെ നടന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വെസ്റ്റ് ഫീൽഡ് മോളിലാണ്. തേഴ്സ്ഡേ ആണ്, വീക്ക് ഡേ ആണ്. എന്നിരുന്നാലും മോളിൽ അത്യാവശ്യത്തിനൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിന്ന് പോകേണ്ടിയത് സ്മാർട്ട് ഡോളർ എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ്. ഈ കട ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം കയറുവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു ഷോപ്പാണ് ഇത്. ഈ കടയുടെ പുറത്തു നോക്കുമ്പോഴേതാ ഇതേപോലെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുവേ. വിൻചൈംസ് ഒക്കെ ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാ പോര്, നമുക്ക് അകത്തോട്ട് പോവാം. ഇത് ഞാൻ നോക്കി വെച്ചിരിക്കാം വാങ്ങിക്കാൻ വേണ്ടി. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അലങ്കാർ സ്റ്റോഴ്സിൽ കയറും. കൺമഷി, നെയിൽ പോളിഷ്, ബാൻഡ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കും. ഇനി ഒന്നും വാങ്ങിച്ചില്ലേലും ഒന്നുമില്ലേലും നമ്മുടെ വനിതാ മാസികയിൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. ഏതാണ്ട് ആ ഒരു എഫക്റ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. ഈ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ ചിലതിന് $2, $3, $8, അങ്ങനെ $10 കുറവാണ് മിക്ക സാധനങ്ങൾക്കും. നമ്മുടെ ദുബായിലെ 10 ദിർഹം ഷോപ്പുകളില്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇതും. ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും എന്താ ഈ ഒരു കടയിൽ നമുക്ക് കിട്ടും. ഞാൻ ആക്ച്വലി വന്നത് കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണേ. അങ്ങനെ അത് തപ്പിയാണ് ഈ ആക്ച്വലി നടക്കുന്നത്. സ്മാർട്ട് ഡോളർ പോലെ തന്നെ നമുക്ക് കെമാർട്ട് ഉണ്ട്, ബിഗ് ഡബ്ല്യു ഉണ്ട്. പക്ഷെ ബിഗ് ഡബ്ല്യു ഒക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ കെമാർട്ടിലാണെങ്കിലും നമുക്ക് ഇത്രയും സാധനങ്ങളൊന്നും ഈ ഒരു വിലയ്ക്ക് കിട്ടുകയില്ല. ഈ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് സാധനങ്ങളൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു കുളിർമ, ഒരു സന്തോഷം എന്താ അല്ലേ. ഇത് ഞാൻ വാങ്ങിച്ച ഐറ്റം ആട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ പെയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.